Hi all, this is Meera. Welcome back to High School Maths. Assistant Grade 2 2019 examile 20 Maths Manipulity questions are we discuss question paper code 32/2019 M. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. January 1st 2007 was Monday. What day of the week lies on January 1st 2008? ഓപ്ഷൻ എ മൺഡേ, ഓപ്ഷൻ ബി വെനസ്ഡേ, ഓപ്ഷൻ സി ട്യൂസ്ഡേ, ഓപ്ഷൻ ഡി സൺഡേ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 2007 ജനുവരി 1 തിങ്കളാഴ്ചയാണെങ്കിൽ 2008 ജനുവരി 1 ഏത് ദിവസമായിരിക്കും? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എന്താണ്, 2007 ജനുവരി 1 മൺഡേ ആണെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് ഇയർ ആ ഡേ എന്ന് പറയുന്നത് ട്യൂസ്ഡേ ആയിരിക്കും. മൺഡേ കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഡേ ആയിരിക്കും. ഇവിടുത്തെ ആൻസർ വരിക ഓപ്ഷൻ സി ആണ്, ട്യൂസ്ഡേ. ഇനി അത് എന്തുകൊണ്ടാണ് വരാൻ കാരണം? അതായത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, സാധാരണ വർഷം ഓർഡിനറി ഇയേഴ്സിൻ്റെ കേസിൽ ഇപ്പം 2007 ജനുവരി 1 അല്ല, ഇപ്പം ജനുവരി 11 തിങ്കളാഴ്ച ഞാൻ തന്നിരിക്കുകയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഇയർ ജനുവരി 11 സാധാരണ വർഷങ്ങളുടെ കേസിൽ അതിൻ്റെ നെക്സ്റ്റ് ഡേ മൺഡേ ആണെങ്കിൽ മൺഡേ കഴിഞ്ഞിട്ടുള്ള ട്യൂസ്ഡേ ആയിരിക്കും. ഇനി ഇവിടെ സാധാരണ വർഷമല്ല, ലീപ്പ് ഇയർ അതിവർഷമാണ്. അതായത് ഫെബ്രുവരി 29 ദിവസമുള്ള കേസ് ആണെങ്കിൽ ഇവിടെ എന്താണ് ചേഞ്ച് വരിക? തിങ്കളാണ് തന്നിരിക്കുന്നതെങ്കിൽ തിങ്കൾ കഴിഞ്ഞ ആ സെയിം ഡേ എന്ന് പറയുന്നത് അടുത്ത വർഷം ട്യൂസ്ഡേ കഴിഞ്ഞിട്ട് വെനസ്ഡേ ആയിരിക്കും, ഒരു ദിവസം കൂടെ കഴിഞ്ഞായിരിക്കും. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് 2007 ജനുവരി 1 തൊട്ട് 2008 ജനുവരി 1 വരെയുള്ള കേസാണ് പറയുക. ഇതിൽ ഫെബ്രുവരി മാസം വരിക എവിടെയാണ്? ഈ ജനുവരി കഴിഞ്ഞിട്ടുള്ള ഫെബ്രുവരിയാണ് വരിക. അതായത് 2007 ഫെബ്രുവരി വരിക ഈ ഒരു കാലയളവിൽ. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യണം ഈ 2007 ലീപ്പ് ഇയർ ആണോ എന്ന്. അത് ചെക്ക് ചെയ്യുന്നത് നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും, റിമൈൻഡർ 0 വരുന്നുണ്ടോ എന്ന് നോക്കും. ഇവിടെ ലാസ്റ്റ് എൻഡ് ഡിജിറ്റ് 7 ആകുമ്പം ഒരു ഒറ്റ സംഖ്യ ആകുമ്പോൾ തന്നെ നമുക്കറിയാം 4 കൊണ്ട് നമുക്ക് പ്രോപ്പറായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതൊരു ലീപ്പ് ഇയർ അല്ല, സാധാരണ വർഷത്തിന്റെ കേസ് ആണ്. അതുകൊണ്ടാണ് ഇത് മൺഡേ ആണെങ്കിൽ ഇത് ട്യൂസ്ഡേ ആയിരിക്കും. ഓപ്ഷൻ സി ആണ് ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി ടൈംസ് ഡു ദ ഹാൻഡ്സ് ഓഫ് എ ക്ലോക്ക് കോയിൻസൈഡ് ഇൻ എ ഡേ? ഓപ്ഷൻസ് 24, 22, 44, 12. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒരു ദിവസം 24 മണിക്കൂറിന്റെ കേസിൽ ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും കോയിൻസൈഡ് ചെയ്യുന്ന എത്ര ടൈംസ് ആണ്? അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ആണ് കാണിച്ചിരിക്കുന്നത് 12 മണി. 12 മണിയുടെ കേസിൽ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും കോയിൻസൈഡ് ചെയ്തിരിക്കുകയാണ്. ഇത് ഒരു ദിവസം ഇങ്ങനെ മാറി മാറി വരുമ്പോൾ എത്ര പ്രാവശ്യമാണെന്നുള്ളത് ചോദിക്കുമ്പോൾ ആൻസർ 22 ആണ്. അപ്പോൾ ഇത് ഓർത്തിരിക്കുക, ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി 22 ആണ്. ഇതുപോലെ തന്നെ നമ്മൾ അറിയേണ്ട കാര്യമാണ്. ഇപ്പോൾ 3 മണിയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പോൾ ഈ റൈറ്റ് ആംഗിൾ ഈ ഒരു രീതിയിൽ ഒരു ദിവസം എത്ര 24 മണിക്കൂറിൻ്റെ കേസിൽ എത്ര ടൈംസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇരട്ടി 44 ടൈംസ് ആയിരിക്കും. അതുപോലെ തന്നെ ഇനി ഓപ്പോസിറ്റ് ആയിട്ട് വരിക, മണിക്കൂർ സൂചി മിനിറ്റ് സൂചി ഓപ്പോസിറ്റ് ആയിട്ട് വരിക, അല്ലെങ്കിൽ 180 ഡിഗ്രി മേക്ക് ചെയ്യുക. എത്ര ടൈംസ് ആണ്? അതിന് എക്സാമ്പിൾ ആണ് 6 മണി. അതും ഇതിനോട് ഈക്വൽ ആണ്, 22 പ്രാവശ്യമായിരിക്കും. അപ്പോൾ ഈ 3 നമ്പേഴ്സും ഈ ഒരു 3 കാറ്റഗറി ഇത് ഓർത്തിരിക്കുക. അതായത് 24 മണിക്കൂറിന്റെ കേസിലാണ് ഈ നമ്പർ വരിക. ഇനി ഇത് കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യമുള്ളവർക്ക് നമ്മൾ ഇതിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്, വീഡിയോ ചെക്ക് ചെയ്യാവുന്നതാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. How long does a train 110 meter long running at a speed of 72 km/h take to cross a bridge 132 meter in length? Options തന്നിരിക്കുന്നത് ഓപ്ഷൻ എ 12.1 സെക്കൻഡ്, ഓപ്ഷൻ ബി 20.5 സെക്കൻഡ്, ഓപ്ഷൻ സി 10.5 സെക്കൻഡ്, ഓപ്ഷൻ ഡി 11.2 സെക്കൻഡ്. ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു ബ്രിഡ്ജ് അതിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട് 132 മീറ്റർ. ഇനി അവിടെ ഒരു ട്രെയിനിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട് 110 മീറ്റർ ലെങ്ത് ഉള്ള ആ ട്രെയിൻ ഇതിനെ കടക്കാൻ വേണ്ടി എടുക്കുന്ന ടൈമാണ് കാണേണ്ടത്. അതിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട് 72 km/h. അപ്പോൾ ഇവിടെ നമുക്കറിയാം ടൈം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ഇനി ഈ ഒരു കേസിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ലെങ്ത് ഓഫ് ബ്രിഡ്ജും ഈ ലെങ്ത് ഓഫ് ട്രെയിനോട് ആഡ് ചെയ്യുന്നതാണ്. അതിൻ്റെ റീസൺ ഇതിനെ കടക്കുക എന്ന് പറയുമ്പോൾ ഈ ട്രെയിൻ ഫുൾ അതിൻ്റെ ബോഡി ഫുള്ളും കവർ ചെയ്താൽ മാത്രമേ നമുക്കിത് ഈ ഒരു പാലത്തെ കവർ ചെയ്തെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ 2 ലെങ്തോട് ആഡ് ചെയ്യുന്നതാണ് ഇവിടുത്തെ ഡിസ്റ്റൻസ്. അപ്പോൾ 132 + 110 എന്ന് പറയുമ്പോഴത്തേക്കും 100, 200, 232 10, 242 വന്നു. അപ്പോൾ 242 മീറ്റർ ആണ്. ഇനി നോക്കിയേ, ഇവിടുത്തെ സ്പീഡ് km/h. അതിനെ നമ്മൾ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുക? 72 × 5/18. ഇതിനെ മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റുന്ന 5/18 മൾട്ടിപ്ലൈ ചെയ്താണ്. ഇവിടെ 4 വരും, 5 × 4 20 ആണ്. അപ്പോൾ 20 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2 × 10 അല്ലേ? ഇതിനെ ഞാൻ 2 × 10 എന്ന് എഴുതി. 242 ഞാൻ 2 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 1, 2, 1. ഇതിൻ്റെ നേരെ പകുതി 121 വന്നു. ഇനി 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? ഒരു പോയിന്റ് മാറ്റിയിട്ടാൽ മതി. 121ൻ്റെ ഇവിടുന്ന് ഒരു പോയിന്റ് മാറ്റിയിട്ടു. അപ്പോൾ ഇത്രയും സെക്കൻഡാണ് ടൈം എടുക്കുക. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ. ഫോർത്ത് ക്വസ്റ്റ്യൻ. ദി നെക്സ്റ്റ് ടേം ഇൻ ദ സീരീസ് 1, 3, 7, 15. ഓപ്ഷൻസ് 21, 23, 31, 29. 1, 3, 7, 15 അടുത്ത ടേം, അടുത്ത പദം ഏതെന്നാണ്, അടുത്ത നമ്പർ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
1ഉം 3ഉം തമ്മിലുള്ള ഡിഫറൻസ് 2ആണ്. 3നോട് കൂടി 4 ആഡ് ചെയ്ത് 7 വരും. 7 + 8 ആണ് 15. അപ്പോൾ ഇവ തമ്മിലുള്ള റിലേഷൻ എന്താണ്? 2, 2ന്റെ ഇരട്ടി 4, 4 + 4 8 വന്നു. 8 + 8 16. ഇവിടുത്തെ നെക്സ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 16 + 15 ആണ്. എത്ര വരും? 31. ഓപ്ഷൻ സി ആണ് ആൻസർ. ഇനി ഇതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം. 1ന്റെ ഇരട്ടി 1 + 1 2ആണ്. 2നോട് 1 കൂട്ടി 3 വന്നു. 3 + 3 6 വന്നു. 6 + 1 7. 7ന്റെ ഇരട്ടി 14, 14നോട് 1 കൂട്ടി 15. അപ്പോൾ ഇനി നെക്സ്റ്റ് എന്ത് വരും? 15ന്റെ ഇരട്ടി 30 ആണ്. 30 + 1 31. ഇവിടുത്തെ ആൻസർ 31. ഓപ്ഷൻ സി. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The average age of a class of 25 students is 24 years. The average increased by 1 when the age of teacher is also included. What is the age of the teacher? Options 29, 22, 50, 35. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 25 സ്റ്റുഡൻസിൻ്റെ ആവറേജ് ഏജ് 24 വയസ്സെന്ന് തന്നിട്ടുണ്ട്. ഇനി ഇവിടെ പറയുകയാണ് ആവറേജ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 1. അപ്പോൾ ആവറേജ് ഇൻക്രീസ്ഡ് ബൈ 1 എന്ന് പറയുമ്പോഴത്തേക്ക് 24 കൂടെ ഒന്നുകൂടെ ആഡ് ചെയ്ത് 25 ആയി. ഇത് എപ്പോഴാണോ ടീച്ചറോട് ആഡായപ്പോൾ 25 കുട്ടികളുടെ കൂടെ ടീച്ചറോട് ആഡ് ചെയ്യുന്ന ഒരാളൂടെ കൂടി 26 പേരായി. ഇവിടെ ഈ ഒരു കേസിൽ ശ്രദ്ധിക്കുക, ഇവിടെയും +1 ആണ് ആഡായിരിക്കുന്നത്, ഇവിടെയും +1 ആണ് ആഡായിരിക്കുന്നത്. ഈ ഒരു കേസിൽ ഇനി ഫർദർ ചെയ്യേണ്ട കാര്യമില്ല. ഒന്നുകിൽ ഇത് തമ്മിൽ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇത് തമ്മിൽ ആഡ് ചെയ്യുക. അതായിരിക്കും ഇവിടെ ഈ ടീച്ചറിൻ്റെ എക്സ്ട്രാ വന്നയാളുടെ വയസ്സ്. 25 + 25 എത്രയാണ്? 50. 26 + 24 എത്രയാണ്? 50. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ് 50. നോർമൽ മെത്തേഡ് ആയിരുന്നു നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? 25 സ്റ്റുഡൻസിൻ്റെ ആവറേജ് ഏജ് അറിയാമെങ്കിൽ ഇവരുടെ ടോട്ടൽ ഏജ് എന്ന് പറഞ്ഞാൽ 25 × 24 600 വയസ്സായിരിക്കും. അതുപോലെ തന്നെ 26 പേരുടെ ആവറേജ് 25 ആണെങ്കിൽ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക 650 എന്ന് വരും. അപ്പോൾ ഇത് തമ്മിൽ മൈനസ് ചെയ്താൽ പോലെ ടീച്ചറിൻ്റെ വയസ്സ് കിട്ടാൻ വേണ്ടി 650 600 മൈനസ് ചെയ്താൽ 50 വരും. അപ്പോൾ ഇവിടെ ഓർക്കുക, ഇവിടെ രണ്ടും +1 ആണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു നമ്പർ, ഒന്നുകിൽ ഈ രണ്ട് നമ്പർ തമ്മിൽ അല്ലെങ്കിൽ ഈ നമ്പർ തമ്മിൽ ആഡ് ചെയ്യുക. ഒരിക്കലും ഇങ്ങനെ ആഡ് ചെയ്യരുത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ 50 ആണ്. ഓപ്ഷൻ സി. സിക്സ്ത് വൺ. If 45 men working 4 hours a day can do a work in 8 days, in how many days will 36 men finish it by working 8 hours a day? Option A 4, option B 5, option C 6, option D 3. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 45 ആളുകൾ ഒരു ദിവസം 4 മണിക്കൂർ വെച്ച് വർക്ക് ചെയ്താൽ 8 ദിവസം കൊണ്ട് ഒരു വർക്ക് തീരും. എങ്കിൽ ആ സെയിം വർക്ക് 36 ആളുകൾ ചേർന്ന് ഒരു ദിവസം 8 മണിക്കൂർ വെച്ച് ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് തീരുമെന്നാണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഇതാണ്. M1 D1 T1 = M2 D2 T2. ഇവിടെ നോക്കിയേ, M1 എന്താണ്? 45 ആളുകൾ. 45 × D1 എത്ര ദിവസം കൊണ്ട് തീരും? 8 ദിവസം കൊണ്ട്. T1 അതായത് ടൈം തന്നിരിക്കുന്നത് 4 മണിക്കൂറാണ്. = ഇനി സെക്കൻഡ് കേസിൽ പറഞ്ഞിരിക്കുന്നത് എത്ര ആളുകളുടെ കാര്യമാണ്? 36 × D2 ആണ് കാണേണ്ടത്. ടൈം 8 മണിക്കൂറും തന്നിട്ടുണ്ട്. ഇത് സോൾവ് ചെയ്താൽ മതി, നമുക്ക് ആൻസർ കിട്ടും. ഇവിടുത്തെ 8ഉം ഈ 8ഉം ക്യാൻസലായി. ഇനി ഈ 4 36 കൂടെ കട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? ഇവിടുത്തെ 9 × 4 ആണ് 36, അതുകൊണ്ട് ഇവിടെ 9 വന്നു. ഇനി ഇവിടെ 45 9 കൊണ്ട് 9 × 5 ആണ് 45. ഇവിടെ ഇനി ബാക്കിയുള്ളത് D2 ആണ്. D2 = 5 എന്ന് വന്നു. അപ്പോൾ എത്ര ദിവസം കൊണ്ട് തീരും? 5 ദിവസം കൊണ്ട് തീരും. ഓപ്ഷൻ ബി ആണ് ആൻസർ. സെവൻത് ക്വസ്റ്റ്യൻ. 33 1/3% of 33 is. ഓപ്ഷൻ എ 33, ഓപ്ഷൻ ബി 1, ഓപ്ഷൻ സി 100, ഓപ്ഷൻ ഡി 11. അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 33ന്റെ 33 1/3% എത്രയാണെന്ന്. അപ്പോൾ ഇവിടെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നത് എങ്ങനെയാണ്? 33 × 1/3 ചെയ്യുക. ഇതിൻ്റെ ആൻസർ എന്ത് വരും? 11 × 3 ആണ് 33. അപ്പോൾ ഇവിടുത്തെ ആൻസർ 11 വന്നു. 11 ആണ് ഇവിടുത്തെ ആൻസർ. ഓപ്ഷൻ ഡി. ഇനി എന്തുകൊണ്ടാണ് 33 1/3% പകരമായിട്ട് 1/3 എടുത്തത്? നമുക്ക് നോക്കാം. 33 1/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണ്? മിശ്രഭിന്നം. ഇതിനെ നമുക്ക് ഇംപ്രോപ്പർ ആക്കി മാറ്റണം. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ 3 തന്നെ വരും. 33 × 3 എത്ര വരും? 99 വരും. 99 + 1 100 വന്നു. അപ്പോൾ നമ്മൾ ഇവിടുത്തെ മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ആക്കി മാറ്റി. ഇവിടെ നോക്കുക, 33 1/3 എന്ന് പറഞ്ഞാൽ 100/3 ആണ്. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു പെർസെൻ്റ് ഉണ്ട്. ഈ പെർസെൻറ്റേജോട് വരുമ്പോൾ എന്താണ്? താഴെ ഒരു 100 കൂടെ വരും. ഇതും കട്ടായി കഴിഞ്ഞാൽ ഇവിടെ ആൻസർ 1/3 അല്ലേ. അപ്പം 33 1/3% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന വാല്യൂ ആണ് 1/3. അപ്പോൾ ഇത് ഓർത്തിരിക്കുക. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്ക് ഇതിനും വീണ്ടും ചെയ്യേണ്ട കാര്യമില്ല. ഇത് ഓർക്കാനും എളുപ്പമാണ്. 33 1/3%. ഇത്രയും ഉള്ളെങ്കിൽ നമുക്ക് 1/3 അല്ല, ഇതിൻ്റെ കൂടെ ഈ പേഴ്സൻ്റെ കൂടെ വരുമ്പോഴാണ് 1/3 വരിക. അപ്പോൾ ഈ ഒരു 1/3 മാത്രം ഇതിൽ നിന്ന് എടുത്താൽ മതി. ആൻസർ ഈസി ആയിട്ട് കണ്ടെത്താം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ.
A sum of money becomes rupees 13,380 after 3 years and rupees 26,760 after 6 years on compound interest. The sum is option A 6,680, option B 6,290, option C 9,060, option D 6,690. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു എമൗണ്ട് 3 വർഷം കൊണ്ട് 13,350 രൂപയും 6 വർഷം കൊണ്ട് 26,760 രൂപയായി മാറി. ഇവിടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് പലിശ കണക്കാക്കുന്നത്. ഇവിടുത്തെ ആ സം, ആദ്യത്തെ ആ എമൗണ്ട് എത്രയാണെന്നാണ് ചോദിക്കുക. അപ്പോൾ ഇത് ആദ്യമായിട്ട് കാണുന്നവർക്ക് ഇതൊരു കൺഫ്യൂസിങ് ആയിട്ട് തോന്നാം. പക്ഷേ ഈ ഒരു മെത്തേഡ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കറിയാം കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ എന്താണ്? P × 1 + R/100 the whole raised to n is equal to A. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പി എൻ എമൗണ്ട് എത്രയായിട്ട് മാറി എന്നുള്ളതാണ്. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്, R റേറ്റ് ആണ്. ഈ ഒരു കേസിൽ നമുക്ക് എമൗണ്ട് അറിയാം, നമ്പർ ഓഫ് ഇയേഴ്സ് അറിയാം. അപ്പം 3 വർഷം കൊണ്ട് 13,350 ആകുമ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും? P × 1 + R/100 the whole raised to 3 is equal to ഈ എമൗണ്ട് വന്നു. ഇത് തന്നെ ഇവിടെ 6 വരുമ്പോഴത്തേക്ക് എന്ത് വരും? 26,760 വന്നു. ഇനി ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ രണ്ടും തമ്മിൽ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പം പിയും പിയും ക്യാൻസൽ ആവും. ഇനി ഇവിടെ നോക്കി 13,380ന്റെ ഇരട്ടിയാണ് 26,760 എന്ന് പറയുന്നത്. ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും? 2 വരും. ഇനി നോക്കി ഈ ഒരു കേസ് എന്ന് പറയുന്നത് A/m ഡിവൈഡഡ് ബൈ A/n ഈസ് ഈക്വൽ ടു A/m - n അല്ലേ? ഇവിടുത്തെ എയുടെ സ്ഥാനത്ത് കിടക്കുന്നതാണ് 1 + R/100. അത് m എന്ന് പറയുന്നത് 6 ആണ്, n എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? m - n, 6ൽ നിന്ന് 3 മൈനസ് ചെയ്യുക. അപ്പോൾ എത്ര വരും? 6ൽ നിന്ന് 3 മൈനസ് 3 ആണ്. അതായത് 1 + R/100. ഇതാണ് ഈ എ എന്ന് പറയുന്നത്. 6ൽ നിന്ന് 3 മൈനസ് ചെയ്താൽ 3 വന്നു. അതിൻ്റെ വാല്യൂ ആണ് 2 എന്ന് കിട്ടിയത്. അപ്പോൾ ഇവിടെ ഈ ഡിവൈഡ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഇതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി നമ്മൾ ആദ്യം ഈ ഒരു 3യുടെ കേസിൽ എഴുതിയിരിക്കുന്ന 3 ഇയേഴ്സിൻ്റെ കേസിൽ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ P × 1 + R/100 the whole raised to 3 is equal to 13,380. ഇതിൻ്റെ വാല്യൂ എന്താണെന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്? 2. അതായത് P × 2 എന്ന് പറയുന്നതാണ് 13,380. നമുക്ക് കണ്ടെത്തേണ്ടത് പി അല്ലേ? അത് കാണാൻ വേണ്ടി എന്താണ് ഈ 2നെ ഇങ്ങോട്ട് കൊണ്ട് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് ഇവിടെ വരുമ്പോഴത്തേക്കും ഡിവിഷൻ ആയിട്ട് വരും. അപ്പോൾ ഇവിടെ ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 13,380ന്റെ പകുതി കണ്ടെത്തുക. എത്ര വരും? 6 × 2 ആണ് 12 വരിക. ഇവിടെ 1 വന്നു 13 എന്ന് വന്നു. 6 × 2 12 വന്നു. വീണ്ടും ഇവിടെ 1 വന്നു 18 വന്നു. 9 × 2 18 വന്നു 0 വന്നു. 6,690. ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തത് ഫസ്റ്റ് ഈക്വേഷനിൽ എഴുതിയതിനു ശേഷം അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് 1 + R/100 the whole raised to 3 എന്ന് പറയുന്നത് 2 എന്ന് കിട്ടും. അതിങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഈ 2 ഇങ്ങോട്ട് വന്നപ്പം ഡിവിഷനായി. നമ്മുടെ ആൻസർ 6,690 ആണ് ഈയുടെ വാല്യൂ. 9th one. The product of two numbers is 1,520 and their HCF is 5. The LCM of the numbers is option A 304, option B 310, option C 760, option D 7,600. അപ്പോൾ ഇവിടെ നമുക്ക് അറിയാവുന്ന കാര്യം 2 നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ്, അതിൻ്റെ ഗുണനഫലം തന്നു കഴിഞ്ഞാൽ അതെന്ന് പറയുന്നത് അതിൻ്റെ LCM × HCF ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം തന്നിരിക്കുന്നത് 2 നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് തന്നിട്ടുണ്ട് 1,520 ഈസ് ഈക്വൽ ടു LCM ആണ് അറിയാത്തതാണ് കണ്ടെത്തേണ്ടത്. HCF 5 തന്നിട്ടുണ്ട്. അപ്പോൾ LCM കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഇവിടെയുള്ള നമ്പർ 1520 ആണ്. ഈ LCMന്റെ കൂടെ കിടക്കുന്ന × 5 ഇവിടെ വരുമ്പോഴത്തേക്ക് എന്താണ്? ഡിവൈഡഡ് ബൈ 5. അപ്പം 1520നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ. 5 × 3 ആണ് 15 വരിക. ഇനി ഇവിടെ 2 ഉണ്ട്. 2ൽ 5 പറ്റാത്തതുകൊണ്ട് 0 വന്നു, 20 വന്നു, 5 × 4 20. അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തെറ്റുമെന്നുണ്ടെങ്കിൽ 1520നെ 5 കൊണ്ടെടുത്ത് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പം ഇവിടുത്തെ ആൻസർ 304 ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. 10th question. If A is to B is equal to 2:3 and B is to C is equal to 4:5, then A is to B is to C is. Option A 8:12:15, option B 2:4:5, option C 8:12:16, option D 2:3:5. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുക എന്താണ്? ആദ്യം A is to B 2:3 എന്ന് എഴുതി. അതായത് ഈ 2:3ക്കകത്ത് ഇതാണ് A, ഇത് B. ഇനി ഈ ബിയുടെ നേരെ താഴെ വരത്തക്ക രീതിയിൽ ഈ B is to Cയിലെ 4 എഴുതി. അപ്പോൾ ഇത് C റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇനി ചെയ്യേണ്ടത് ഇവിടുത്തെ ഈ വേക്കൻറ്റ് സ്പേസ് ഇവിടുത്തെ 3 കൊണ്ടും ഇവിടുത്തത് ഇത് കഴിഞ്ഞുള്ള 4 കൊണ്ടും ഫില്ല് ചെയ്യുന്നു. ഇനി ചെയ്യേണ്ടത് ഈ നമ്പേഴ്സ് എല്ലാം പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യുക. 5 × 3 15 വന്നു, 4 × 3 12 വന്നു, 4 × 2 8 വന്നു. അപ്പോൾ A is to B is to C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8:12:15 ആണ്. ഇതിലെ ഓപ്ഷൻ എ ആണ് ആൻസർ. 11th question. Find out the wrong term in the following: 1, 4, 7, 11, 16, 22, 29.
ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 4, ഓപ്ഷൻ സി 7, ഓപ്ഷൻ ഡി 11. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ താഴെ തന്നിരിക്കുന്ന ഈ സീക്വൻസിനകത്ത് തെറ്റായിട്ടുള്ള റോങ് ടേം ഏതാണെന്നാണ്. ഓപ്ഷൻ തന്നെ 1, 4, 7, 11. അപ്പം നമുക്കറിയാം ഈ 4 ടേമിൽ ഏതെങ്കിലും ഒന്നാണ് റോങ് ടേം, തെറ്റായിട്ടുള്ള പദം. അപ്പോൾ ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത് 1, 4, 7, 11, 16, 22, 29 അടുത്തടുത്ത നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അതായത് 3 + 1 ആണ് 4, 4 + 3 7, 7 + 4 11, 11നോട് 5 കൂട്ടിയാൽ 16 വന്നു. 22 16 മൈനസ് ചെയ്താൽ 6 ആണ്. 29 22 മൈനസ് ചെയ്താൽ 7 ആണ്. അപ്പോൾ ഇവിടെ നോക്കിയേ 3, 4, 5, 6, 7. അപ്പോൾ ഇവിടെ ഒരു തെറ്റായിട്ട് നമുക്ക് തോന്നുന്നത് ഏതാണ്? ഇതാണ്. ഇവിടെ എന്തായിരുന്നു? +2 ആയിരുന്നു വരേണ്ടത്. അപ്പോൾ ഇവിടെ +2 വരണമെങ്കിൽ ഇവിടെ എന്താണ്? 1ന് പകരം 2 വരണ്ടേ? 2 + 2 അല്ലേ 4 വരിക. അപ്പം 1, 4, 7, 11 ഏത് ടേം ആണ് തെറ്റെന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അതേതാണ്? ഈ ഫസ്റ്റ് ടേം ആണ് 1 ആണ്. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ആണ് 1. 12th question. 999 square minus 998 square divided by 10 into 100 plus 3. Option A 29,987, option B 29,978, option C 19,973, option D none of this. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഈ എക്സ്പ്രഷനകത്ത് ബ്രാക്കറ്റ് ഉണ്ട്. അപ്പോൾ ബോർഡ് മാസ് റൂൾ അനുസരിച്ച് നമുക്കറിയാം ഫസ്റ്റ് നമ്മൾ ബ്രാക്കറ്റിലുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിന് സിമിലർ ആയിട്ടുള്ളൊരു ഐഡൻറ്റിറ്റിയാണ് A² - B² = A + B × A - B. അപ്പോൾ ഈ ഒരു സെയിം ഫോർമാറ്റിലാണ് ഇത് കിടക്കുന്നത്. അപ്പം ഇതിൻ്റെ ഓരോന്നിൻ്റെ സ്കോർ കണ്ടെത്തി അതിൽ നിന്ന് മൈനസ് ചെയ്യുന്നതിന് പകരം ഇത് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ എക്ക് പകരമായിട്ട് 999ഉം ബിക്ക് പകരമായിട്ട് 998ഉം. ഇവിടെ എന്ത് വരും? 999 + 998 വരും. ഇവിടെ 999 - 998 വരും. അപ്പോൾ ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്താൽ 1 അല്ലേ? 1ൻ്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. ഇനി ഇത് തമ്മിൽ ആഡ് ചെയ്യാൻ പറയുമ്പോഴത്തേക്കും 999ൻ്റെ കൂടി ഇതിൻ്റെ 1 എടുക്കുമ്പോൾ 1000 ആയില്ലേ? അപ്പോൾ 997 ആയി. 1000 + 997 വരുമ്പോൾ 1997 വരും. ഇത് തമ്മിൽ ഇൻറ്റു ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വാല്യൂ? 1997. അപ്പോൾ ഇതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി 1997. ഇനിയുള്ളത് ഡിവൈഡഡ് ബൈ 10 × 100 + 3. ഇനി നമുക്കറിയാം അഡീഷന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും പെർഫോം ചെയ്യണം. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. ഈ 0 0 ഞാൻ ക്യാൻസൽ ചെയ്തു. ഇനി ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടുത്തെ വാല്യൂ എന്താണ്? 1997ൻ്റെ കൂടി ഒരു 0 കൂടെ കൊടുത്തു. +3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ എന്ത് വരും? 1997 19,973. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ് 19,973. 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Average age of A, B and C is 40 years if average age of B and C is 45 years and the age of B is 40. Then what is the sum of ages of A and C? Option A 120, option B 90, option C 70, option D 80. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന A, B, C 3 പേരുടെ ആവറേജ് ഏജ് 40 ആണ് തന്നിട്ടുണ്ട്. ബിയുടെയും സിയുടെ ആവറേജ് ഏജ് 45 ആണ്. ബിയുടെ വയസ്സ് 40 ആണെങ്കിൽ എയുടെയും സിയുടെയും വയസ്സിൻ്റെ തുക സമ്മാണ് ചോദിച്ചിരിക്കുക. ഇനി നമുക്കറിയാവുന്ന കാര്യം ആവറേജ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ബൈ നമ്പർ ആണ്. ഇവിടെ ഫസ്റ്റ് കേസ് പറഞ്ഞിരിക്കുന്നത് A, B, C 3 പേരുടെ ആവറേജ് A + B + C ഡിവൈഡഡ് ബൈ ഒരു 3 പേരാണ്. നമ്പറിൻ്റെ സ്ഥാനത്ത് 3 വന്നു. അപ്പം = ശരാശരി എത്രയാണ് തന്നിരിക്കുന്നത്? 40. ഇതിൽ നിന്ന് നമുക്ക് A + B + C എന്ന് പറഞ്ഞാൽ എന്തെന്ന് വരും? 3 ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും മൾട്ടിപ്ലിക്കേഷൻ ആവും. 40 × 3 4 × 3 12. അതിൻ്റെ കൂടെ ഒരു 0 വന്ന് 120 വരും. സെക്കൻഡ് കേസിൽ ബിയുടെയും സിയുടെയും ആവറേജ് ആണ് തന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് B + C എന്ന് പറയുന്നത് എന്ത് വരും? 45 × 2 വരും 90 വരും. അപ്പോൾ ഇതിൽ നിന്ന് A + B + C 120ഉം B + C 90 ആയി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് മൈനസ് ചെയ്താൽ 30 വരും. 30 എന്ന് പറയുന്നത് ആരുടെ വയസ്സായിരിക്കും? എയുടെ വയസ്സായിരിക്കും. അത്രയും നമുക്ക് കിട്ടി. ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുമ്പം ഈ B + C മൈനസായി A കിട്ടി. ഇനി നമുക്ക് ബിയുടെ വയസ്സ് 40 തന്നിട്ടുണ്ട്. അപ്പം ബിയുടെ വയസ്സ് 40 ആണെങ്കിൽ 40 + C എന്ന് പറയുന്നതല്ലേ 90. ഇതിൽ നിന്ന് സിയുടെ വയസ്സ് എന്തായിരിക്കും? 90ൽ നിന്ന് 40 മൈനസ് ചെയ്യുക. സിയുടെ വയസ്സ് 50 എന്ന് കിട്ടി. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എയുടെയും സിയുടെയും വയസ്സിൻ്റെ തുകയാണ്. ഇത് തമ്മിൽ ആഡ് ചെയ്താൽ പോലെ 5 + 3 8 വന്നു 80 വന്നു. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ് 80. 14th question. There are 3 pipes in a tank. If first pipe is open, the tank is filled in 1 hour. If second pipe is open, the tank is filled in 75 minutes. If third pipe is open, the tank is filled in 50 minutes. If all the 3 pipes are open simultaneously, the tank is filled in option A 32, option B 29, option C 25, option D 20. ഇവിടെ പറയുന്ന 3 പൈപ്പ് ഉണ്ട്. ഫസ്റ്റ് പൈപ്പാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നതെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് ആ ടാങ്ക് നിറയും. സെക്കൻഡ് പൈപ്പാണ് ഓപ്പൺ ചെയ്തെങ്കിൽ 75 മിനിറ്റ് എടുക്കും. തേർഡ് പൈപ്പാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നതെങ്കിൽ 50 മിനിറ്റ് കൊണ്ടാണ് ആ ടാങ്ക് ഫില്ലാവുക. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഈ 3 പൈപ്പ് ഒരുപോലെ ഓപ്പൺ ചെയ്താൽ ആ ടാങ്ക് ഫില്ലാകാൻ എത്ര നേരം എടുക്കുമെന്നാണ്.
അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ സാധാരണ വർക്ക് ആൻഡ് ടൈമിൻ്റെ കേസിൽ എ ഒരു ജോലി 10 ദിവസം കൊണ്ട് ചെയ്തു, അതേ ജോലി തന്നെ ബി 20 ദിവസം കൊണ്ട് ചെയ്യും. അങ്ങനെയാണ് രണ്ടുപേരും കൂടെ ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് എടുക്കും, ആ സെയിം കൺസെപ്റ്റാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കാം, ഇവിടെ രണ്ട് കേസിൽ മിനിറ്റിലാണ്. അപ്പോൾ ഇവിടെ 1 അവർ എന്ന് പറയുന്നത് എത്ര മിനിറ്റ് ആണ്, യൂണിറ്റ് എല്ലാം സെയിം ആക്കാം. 1 അവർ എന്ന് പറയുന്നത് 1 മണിക്കൂർ എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ്. ഇനി നമ്മൾ ഇതിന്റെ എഫിഷ്യൻസിയാണ്, അതായത് ഒന്നാമത്തെ പൈപ്പ് 60 മിനിറ്റ് കൊണ്ടാണ് നിറയുന്നതെങ്കിൽ 1 മിനിറ്റിൽ 1/60 ആ ടാങ്കിന്റെ ഭാഗമായിരിക്കും നിറയുക. ഇതുപോലെ തന്നെ സെക്കൻഡ് പൈപ്പിന്റെ കേസിൽ 1/75, തേർഡ് പൈപ്പിന്റെ കേസിൽ 1/50. ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് ഈ 3 പൈപ്പും കൂടി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 1 മിനിറ്റിൽ എത്ര, ഇതിന്റെ എഫിഷ്യൻസി നമുക്ക് കണ്ടെത്താം. അത് കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, 1/60 പ്ലസ് 1/75 പ്ലസ് 1/50. അപ്പോൾ ഇതിന്റെ LCM കാണുക, ഡിനോമിനേറ്റർ എല്ലാം ഒരു സെയിം നമ്പറിലേക്ക് മാറ്റണം. ഇവിടെ 300ലേക്ക് നമുക്ക് ഈ നമ്പേഴ്സിനെ മാറ്റാൻ പറ്റും. അപ്പോൾ 60 × 6 × 5 ആണ് 30. അപ്പോൾ 60 × 5 വരും. അപ്പോൾ ഇവിടെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും 5 വന്നു. പ്ലസ് ഇതുപോലെ തന്നെ 75 × 4 ആണ് 300. ഇവിടെ 4 വരും, 4 വന്നു. പ്ലസ് ഇവിടെ ഇപ്പോൾ 50 എന്ന് പറയുമ്പോൾ 6 × 5 ആണ്. ഇപ്പോൾ 6 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ 6 വന്നു. അപ്പോൾ ഇവിടെ 6 + 4 10, 10 + 5 15 വന്നു. 15/300 എന്ന് വന്നു. 15 × 2 അല്ലേ 30. അപ്പോൾ ഇവിടെ 20 വരും. ഇവിടെ 1/20 എന്ന് വന്നു. അപ്പോൾ ഈ 3 പൈപ്പും കൂടി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 1/20 ആണ് ഇതിൻ്റെ എഫിഷ്യൻസി കിട്ടുക. അങ്ങനെയാണെങ്കിൽ എത്ര മിനിറ്റ് കൊണ്ട് നിറയും, 20 മിനിറ്റ് കൊണ്ടാണ് ആ ടാങ്ക് നിറയുക. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി 20. 15th question. The HCF of two numbers is 24. The number which can be their LCM is 128, 120, 138, 150. ഇവയാണ് ഓപ്ഷൻസ്. അതായത് രണ്ട് നമ്പേഴ്സിന്റെ HCF ഹയസ്റ്റ് കോമൺ ഫാക്ടർ 24 തന്നിട്ടുണ്ട്, അതിന്റെ LCM കാണണം. ഇവിടെ ഇതിന്റെ ആൻസർ വരിക ഓപ്ഷൻ ബി ആണ് 120. അതിന്റെ കാരണം ഈ 120 ഇവിടെ തന്നിരിക്കുന്ന HCF കൊണ്ട് ഞാൻ കട്ട് ചെയ്ത 24 × 5 ആണ് 120, 5 വരും. ബാക്കി ഏത് നമ്പറിനെയും ഡിവൈഡ് ചെയ്താൽ പൂർണ്ണമായിട്ട് നമുക്ക് ഹരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ വരാൻ ചാൻസ് ഉള്ളത്, LCM ആകാനായിട്ട് ചാൻസ് ഉള്ളത് 120 ആണ്. നമുക്കിത് മനസ്സിലാക്കാൻ വേണ്ടി 4, 6 ഈ രണ്ട് നമ്പേഴ്സ് എടുക്കാം. അപ്പം 4ന്റെ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, 1 × 2 × 2 വരും. എല്ലാം പ്രൈം നമ്പേഴ്സാണ്. 6ന്റെ കേസ് എടുത്ത് കഴിഞ്ഞാൽ 1 × 2 × 3 വരും. ഇതിൻ്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ, രണ്ടിലും കൂടെയുള്ള ഏറ്റവും ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് എന്ത് വരും, HCF എന്ന് പറയുന്നത് 2 വരും. ഇനി ഇതിൻ്റെ LCM എന്ന് പറയുന്നത് എന്തായിരിക്കും, 2 × 2 × 3. അതായത് 3 × 2 6 വന്നു, 6 × 2 12 വന്നു. അപ്പോൾ ഈ പറയുന്ന ഈ LCMനകത്ത് ഒരു ഫാക്ടർ അല്ലേ 2 എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും ഈ HCF കൊണ്ട് ഇതിനെ ഹരിക്കുമ്പോഴത്തേക്കും എന്താണ്, അതിനെ പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റണം. ആ ഒരു കോൺസെപ്റ്റാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ തന്നിരിക്കുന്ന ഈ ഓപ്ഷനുള്ള നമ്പറിനെ ഇവിടെ തന്നിരിക്കുന്ന HCF കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക, പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുന്നതായിരിക്കും ഇതിൻ്റെ ആൻസർ. ഓപ്ഷൻ ബി 120. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി മിസ്സിംഗ് ഡിജിറ്റ് 5, 11, 23-95. ഓപ്ഷൻ എ 47, ഓപ്ഷൻ ബി 40, ഓപ്ഷൻ സി 61, ഓപ്ഷൻ ഡി 51. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 5, 11, 23-95. അപ്പോൾ ഇവിടുത്തെ നമ്പറാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഈ ഒരു സെയിം ഒരു റിലേഷൻ വരുന്ന ക്വസ്റ്റ്യൻ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. 5, 11. 5ന്റെ ഇരട്ടി എന്താണ്, 10. 10നോട് 1 ആഡ് ചെയ്യുമ്പോൾ 11 വന്നു. 11 + 11 22 വരും. 22നോട് 1 ആഡ് ചെയ്താൽ 23 വരും. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് 23നോട് 23 ആഡ് ചെയ്യുക. ഇവിടെ 6, ഇവിടെ 4 വന്നു. അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുക, എത്ര വരും, 47. ഇവിടെ 47 ആണ് വരിക. ഇനി നമുക്ക് നോക്കാം, ഇവിടെ 47 ആണെങ്കിൽ 95 ഒന്നും അവിടെ ഈ ഒരു റിലേഷനിൽ കിട്ടുമോ നോക്കാം. 47 + 47 വരുമ്പോഴത്തേക്കും 4, 1 ഇവിടെ 9, 94 വന്നു. അതിനോട് 1 ആഡ് ചെയ്യുമ്പോൾ 95 കിട്ടി. അപ്പോൾ ഇവിടുത്തെ ആൻസർ 47 ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. 17th question. യൂസിങ് ദ റിലേഷൻ ഫൈൻഡ് ദ മിസ്സിംഗ് ലെറ്റർ. 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് BOQD ERTT. ഇത് തമ്മിലുള്ള റിലേഷൻ കണ്ടെത്തുക. അതനുസരിച്ച് ANPCക്ക് കോഡ് എന്ത് വരുമെന്നാണ് കണ്ടെത്തേണ്ടത്. ഇനി നോക്കുക, BOQD, B കഴിഞ്ഞിട്ട് E വന്നിരിക്കുകയാണ്. അപ്പോൾ B കഴിഞ്ഞിട്ട് CDE, അതായത് B കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ലെറ്ററാണ് E. ഇനി O കഴിഞ്ഞിട്ട് R ആണ് വന്നിരിക്കുന്നത്. അവിടെ നമുക്ക് നോക്കാം PQR. O കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ലെറ്ററാണ്. Q കഴിഞ്ഞിട്ട് RST മൂന്നാമത്തെ ലെറ്റർ. D കഴിഞ്ഞിട്ട് EFG മൂന്നാമത്തെ ലെറ്റർ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇത് നമുക്ക് ഫില്ല് ചെയ്യാം. A കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ലെറ്റർ ഏത് വരും, BCD. ഇവിടെ D കൊണ്ട് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ തന്നെ ആൻസർ കിട്ടി, കാരണം ഓപ്ഷനിൽ ഓപ്ഷൻ സി മാത്രമേ ഡിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ഫുള്ള് നോക്കാം. N കഴിഞ്ഞിട്ട് OPQ, Q വന്നു മൂന്നാമത്തെ ലെറ്റർ. P കഴിഞ്ഞിട്ട് QRS വരും. C കഴിഞ്ഞിട്ട് DEF വരും.
ഇവിടുത്തെ ആൻസർ DQSF ഓപ്ഷൻ സി. 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. F is the father of A, C is the daughter of A, K is the sister of F, G is the brother of C. Who is the uncle of G? ഓപ്ഷൻ എ സി, ഓപ്ഷൻ ബി എഫ്, ഓപ്ഷൻ സി എ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. അപ്പോൾ നമുക്ക് ഈ റിലേഷൻ ഒന്ന് വരച്ച് നോക്കാം. എഫ് ഈസ് ദ ഫാദർ ഓഫ് എ, അതായത് എയുടെ ഫാദർ ആണ് എഫ് എന്ന് തന്നിട്ടുണ്ട്, ഫാദർ. സി ഈസ് ദ ഡോട്ടർ ഓഫ് എ, എയുടെ ഡോട്ടർ ആണ് സി എന്ന് തന്നിട്ടുണ്ട്. കെ ഈസ് ദ സിസ്റ്റർ ഓഫ് എഫ്, എഫിന്റെ സിസ്റ്റർ ആണ് കെ എന്ന് തന്നിട്ടുണ്ട്. ജി ഈസ് ദ ബ്രദർ ഓഫ് സി, സിയുടെ ബ്രദർ ആണ് ജി എന്ന് തന്നിട്ടുണ്ട്. ഇനി നമ്മോട് ചോദിച്ചിരിക്കുന്നത് ഹു ഈസ് ദ അങ്കിൾ ഓഫ് ജി, ജിയുടെ അങ്കിൾ ആരെന്നാണ്. ഇവര് സിബ്ലിങ്സ് ആണ്, ഇവരുടെ പേരന്റ് ആണ് ഈ വരിക. അപ്പൊ ജിയുടെ അങ്കിൾ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും പേരന്റിന്റെ ബ്രദറിനെ തരണം, അതിവിടെ തന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി വരും, നൺ ഓഫ് ദിസ്. 19th ക്വസ്റ്റ്യൻ. എ മാൻ walks a distance of 3 km towards north, then he turns to his left and walks for 2 km. He again turns left and walks for 3 km. At this point he turns to his right and walks for 3 km. How many kilometers and in what direction is he from the starting point? Option A 5 km and west, option B 3 km and south, option C 2 km and south, option D 4 km and west. നമുക്ക് ഈ ഡയറക്ഷൻ ആണ് നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഇനി ഇവിടെ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഒരാൾ നോർത്ത് ഡയറക്ഷനിലേക്ക് 3 കിലോമീറ്റർ നടന്നെന്നാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് വെക്കുക. ഇവിടെ നിന്ന് നോർത്ത് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു സെന്ററിൽ നിന്ന് ഈ ഒരു ഡയറക്ഷനാണ്. അപ്പോൾ ഇവിടെ നിന്ന് നോർത്ത് ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് 3 കിലോമീറ്റർ, 3 കിലോമീറ്റർ സഞ്ചരിച്ച് ഇവിടെ വന്നിക്കുവാണ്. ദെൻ ഹി ടേൺസ് ടു ഹിസ് ലെഫ്റ്റ്. അപ്പോൾ ഈ ഒരു ഡയറക്ഷൻ ഇങ്ങോട്ട് നോക്കി നിൽക്കുമ്പോഴത്തേക്കും ഇതാണ് റൈറ്റ്, ഇതാണ് ലെഫ്റ്റ്. നമ്മൾ തന്നെ ഈ ഒരു പൊസിഷനിൽ അങ്ങോട്ട് നോക്കി നിൽക്കുമ്പോൾ ഇത് റൈറ്റ്, ഇത് ലെഫ്റ്റ്. ലെഫ്റ്റിലേക്ക് 2 കിലോമീറ്റർ, ഇങ്ങോട്ട് 2 കിലോമീറ്റർ സഞ്ചരിച്ച് ഇവിടെ വന്നിക്കുവാണ്. He again turns to his left and walks for 3 km. ഇനി ഈ ഒരു ഡയറക്ഷനിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതാണ് റൈറ്റ്, ഇതാണ് ലെഫ്റ്റ്. ലെഫ്റ്റിലേക്ക് 3 കിലോമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ വന്നിക്കുവാണ്, 3 കിലോമീറ്റർ ഇവിടെ വന്നിക്കുവാണ്. ഇനിയും പറയുന്നത് അറ്റ് ദിസ് പോയിന്റ് ഹി ടേൺസ് ടു ഹിസ് റൈറ്റ് ആൻഡ് വാക്സ് ഫോർ 3 കിലോമീറ്റർ. അതായത് ഇപ്പോൾ ഈ ഇദ്ദേഹം നിൽക്കുന്നത് ഈ ഒരു ഡയറക്ഷനിലാണ്, ഇത് ലെഫ്റ്റ്, ഇത് റൈറ്റ്. അപ്പോൾ റൈറ്റിലേക്ക് പോയെന്നാണ് പറയുന്നത്. റൈറ്റിലേക്ക് എന്ന് പറയുമ്പോൾ ഈ ഒരു ഡയറക്ഷനാണ്, എത്ര കിലോമീറ്റർ ആണ്? 3 കിലോമീറ്റർ. അപ്പോൾ ഇതാണ് എൻഡ് പോയിന്റ്, ഇതാണ് സ്റ്റാർട്ട് പോയിന്റ്. അപ്പോൾ ഇവിടെ നോക്കുക, ഹൗ മെനി കിലോമീറ്റർ ആൻഡ് ഇൻ വാട്ട് ഡയറക്ഷൻ ഈസി ഫ്രം ദി സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് എത്ര വരും? ഇവിടെ നിന്ന് ഇവിടം വരെ 2, ഇവിടെ നിന്ന് ഇവിടം വരെ 3, 3 + 2 5 കിലോമീറ്റർ വന്നു. ഇപ്പോൾ തന്നെ ആൻസർ കിട്ടിയില്ല, ഓപ്ഷൻ എ ആണ്, 5 കിലോമീറ്റർ വെസ്റ്റ് ആണ്. ഈ ഡയറക്ഷൻ എങ്ങനെയാണ് പറയുക? ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഇവിടെയാണ് നിൽക്കുന്നതെന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഈ ഡയറക്ഷനിലാണ് നിൽക്കുന്നത്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഈ ഡയറക്ഷനിലാണ് ഇദ്ദേഹം നിൽക്കുന്നത്. ഈ ഒരു ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ സെന്ററിൽ നിന്ന് നോക്കുക, സെന്ററിൽ നിന്ന് നോക്കുമ്പോൾ ഇതാണ് വെസ്റ്റ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ 5 കിലോമീറ്റർ വെസ്റ്റ്, ഓപ്ഷൻ എ ആണ്. ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 20th ക്വസ്റ്റ്യൻ നോക്കാം. ബി ഈസ് twice as old as A but twice younger than F. C is half the age of A but twice older than D. Which two persons form the pair of the oldest and the youngest? അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ നമുക്ക് റിലേഷൻസ് തന്നിട്ടുണ്ട് അവരുടെ ഏജ് തമ്മിലുള്ളത്. ഇവിടെ നമുക്ക് കണ്ടെത്തേണ്ടത് ഓൾഡസ്റ്റും യങ്ങസ്റ്റും. ഓൾഡ് എന്ന് പറഞ്ഞാൽ പ്രായം കൂടിയത്, അപ്പോൾ ഓൾഡസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി, യങ്ങസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രായം കുറഞ്ഞ വ്യക്തി. അപ്പോൾ 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ട്, ഓപ്ഷൻ എ ബി ഓൾഡസ്റ്റ് ആൻഡ് ബി യങ്ങസ്റ്റ്, ഓപ്ഷൻ ബിയിൽ ബി ഓൾഡസ്റ്റ് ആൻഡ് സി യങ്ങസ്റ്റ്, ഓപ്ഷൻ സി എഫ് ഓൾഡസ്റ്റ് ആൻഡ് ഡി യങ്ങസ്റ്റ്, ഓപ്ഷൻ ഡിയിൽ പറഞ്ഞിരിക്കുന്നത് എഫ് ഓൾഡസ്റ്റ് ആൻഡ് സി യങ്ങസ്റ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ റിലേഷൻ ഒന്ന് നമുക്ക് നോക്കാം. ഇതിൽ നിന്ന് ഏറ്റവും പ്രായം കൂടിയ ആളെ ഏറ്റവും പ്രായം കുറഞ്ഞ ആളെയാണ് കാണേണ്ടത്. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ബി ഈസ് twice as old as A but twice younger than F. അപ്പോൾ ബിയുടെ വയസ്സിന് പറയുവാണ് എയേക്കാളും ബി ഈസ് twice as old as A. എയേക്കാളും ബിക്ക് ഇരട്ടി പ്രായമുണ്ട്. അപ്പോൾ എയേക്കാളും ബിക്ക് ഇരട്ടി പ്രായമുണ്ട്. ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാനിപ്പോൾ എക്ക് 10 വയസ്സ് കൊടുത്തു കഴിഞ്ഞാൽ ബിക്ക് 10ന്റെ ഇരട്ടി 20 വയസ്സുണ്ട്. അതുപോലെ തന്നെ പറയുകയാണ് twice younger than F. അതായത് ബി എന്ന് പറയുന്നത് twice younger than F ആണ്. അപ്പോൾ എഫിനേക്കാളും ഇരട്ടി വയസ്സ് കുറവുമാണ്. അതായത് ബിയേക്കാളും പ്രായം കൂടുതലാണ് എഫിന്. ഇരട്ടി വയസ്സ് കൂടുതൽ 20 ആണെങ്കിൽ 20ന്റെ ഇരട്ടി 40 ആണ്. ഇതാണ് ഈ ഫസ്റ്റ് സെന്റൻസ് എന്ന് പറയുക. ഇനി സെക്കൻഡ് സെന്റൻസിൽ പറഞ്ഞിരിക്കുന്നത് സി ഈസ് ഹാഫ് ദ ഏജ് ഓഫ് എ. എയുടെ പകുതി വയസ്സേ ഉള്ളൂ സിക്ക്. അപ്പോൾ സി എന്ന് പറയുമ്പോഴത്തേക്കും പകുതി, 10ന്റെ പകുതി 5 വയസ്സ്. ഇനി സിയുടെ കാര്യം തന്നെയാണ് പറയുന്നത്, ബട്ട് twice older than D. ഈ സി എന്ന് പറയുന്നത് twice older than D ആണ്. ഡിയേക്കാളും പ്രായം കൂടുതലാണ് twice. അപ്പം ഇതിന്റെ നേരെ പകുതി ആയിരിക്കും ഡിയുടെ പ്രായം, അത് 2.5 ആയിരിക്കും.
അപ്പോൾ ഇതാണ് റിലേഷൻ തന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് ഏറ്റവും പ്രായം കൂടിയ ആളും പ്രായം കുറഞ്ഞ ആളും വേണം. ഓൾഡസ്റ്റ്, ഓൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായം കൂടിയത്, അത് എഫ് ആണ്. യങ്ങസ്റ്റ് ഡി ആണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ത് വരും? എഫ് ആണ് ഓൾഡസ്റ്റ്, ഡി ആണ് യങ്ങസ്റ്റ്, ഓപ്ഷൻ സി ആണ് ആൻസർ. ഇന്നത്തെ ക്ലാസ്സിൽ 2019 അസിസ്റ്റന്റ് ഗ്രേഡ് 2 എക്സാമിലെ 20 മാത്സിനെ പറ്റി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ചാനൽ ഷെയർ ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.